അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രൂപത്തിലുള്ള എൻ്റെ കോളിസിനെ അടിമുടി മാറ്റി കിടിലൻ ബമ്പർ സ്കേർട്ടിംഗ് കിറ്റ് കയറ്റിയത് ഈ ഒരു രൂപത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് മാറ്റിയെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, അതെ ഈ രണ്ട് സൈഡിലെയും പ്ലാസ്റ്റിക് പാർട്ട്, ഈ സാധനം കണ്ടോ, ഈ സാധനം ഇത് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരുന്നത് പഴയത് സ്ക്രൂ ചെയ്താണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് സ്കേർട്ടിങ്ങിന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മൊത്തം അഴിച്ചു. കണ്ടോ, അതെ ഈ സൈഡ് മൊത്തം അഴിച്ചു. അതേപോലെ തന്നെ ഈ സൈഡ് ഞങ്ങൾ ഫുൾ അഴിച്ചു കേട്ടോ. ഇവിടെ മൊത്തം അഴിച്ചു. ഇനിയിപ്പോൾ ഈ സൈഡിലോട്ടാണ് നമ്മൾ ഈ രണ്ട് സാധനം, അതായത് ഈ കിടക്കുന്നുണ്ടോ, ഇത് രണ്ടെണ്ണം നമ്മൾ രണ്ട് സൈഡിലും പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്കേർട്ടിങ് പിടിപ്പിക്കുക. അപ്പോൾ അതായത് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയിൽ നമ്മളിപ്പോൾ വെക്കാൻ പോണ സ്കേർട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുറകിൽ വെക്കുന്ന സ്കേർട്ടിങ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുറകിൽ വെക്കാനുള്ള സ്കേർട്ട്. ദൈവൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള സ്കേർട്ടിങ്. അപ്പോൾ ഇത് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫൈബർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഫൈബർ ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് വളരെ കുറവാണ്. വെസ്റ്റ് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതെ നമ്മുടെ കൂട്ടുകാരൻ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ രണ്ട് സൈഡിലും മാറ്റിയാന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പുതിയ പീസ് മേടിച്ചിട്ടുള്ളത് ഇതേപോലെ അവൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ബാക്കിലെ സ്കേർട്ടിങ് നമ്മൾ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ കാണുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ മൊത്തം ചളുക്ക പുളുക്ക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ബോഡി ലെവലിംഗ് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. ഫുള്ള് ലെവൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്കേർട്ട് വെച്ച് നമ്മൾ മുറുക്കിയത് ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് സ്കേർട്ടിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട് സ്കേർട്ടിങ്ങിൻ്റെ കൂടെ തന്നെ ലിപ്പ്, മെറ്റൽ ലിപ്പും നമുക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മെറ്റൽ ലിപ്പ് പിടിപ്പിക്കുന്നില്ല, കാരണം നമ്മുടെ ആലപ്പുഴയൊക്കെ ഓടിക്കാൻ പറ്റത്തില്ല, MVD പിടിക്കും. നാളെ ഞായറാഴ്ചയാണ്. നാളെ നമ്മുടെ പെയിൻറ്റർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി കൊണ്ടുവന്നാൽ നമുക്കത് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രി തന്നെ ഇന്ന് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ബമ്പർ സ്കേർട്ടും അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് തന്നെ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത പരിപാടി എന്നുള്ളത് പെയിൻറ്റിങ് ആണ്. അപ്പോൾ നാളെ രാവിലെ, ഞായറാഴ്ചയാണ് കേട്ടോ, നാളെ രാവിലെ നമുക്ക് വേണ്ടി നമ്മുടെ ഷൈബി ചേട്ടൻ ഇത് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഹോൾസും കാര്യങ്ങളൊക്കെ പുട്ടിയിട്ട് അടച്ച് നാളെ നമ്മൾ എന്തായാലും നമ്മുടെ ചെറുക്കനെ പെയിൻറ്റ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ രാത്രി ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ കോളിസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്, നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമ്മുടെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടും ബാക്കും വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ ഇത്തിരി കൂടെ ഒന്ന് നമുക്ക് താഴത്തോട്ടൊന്ന് ഇരുത്തണം. അപ്പോൾ അതിനായിട്ടുള്ളതാണ് ഈ എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റം. ഇത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ ഡോർ ബീഡിങ് എന്ന് പറയും, ആ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ, ആ സ്കേർട്ടിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പരിപാടി കൂടെ ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്ന ബീഡിങ് ഉണ്ട്. ഇത് 2 ടൈപ്പ് ബീഡിങ്, 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിലെ മുകളിലത്തെ സാധനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത് ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി ഫിനിഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ താഴെ വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോണത്. ഫ്രണ്ടിലെ സ്കേർട്ടിങ് ഞാൻ ഭംഗിയായിട്ട് പിടിപ്പിച്ച് അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ക്രോം ആട്ടോ, ക്രോം ബീഡിങ് എന്ന് പറയും. അപ്പോൾ ഈ സാധനക്കിടന്ന് മാറി കൊടുത്തേ ഇതുണ്ടോ, നമ്മുടെ ലിപ്പിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് എന്താണ് നമ്മുടെ ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടത്തുള്ളൂ. നല്ല ഫിനിഷായിട്ട് ആ ഒരു ക്രോമിങ്ങിൻ്റെ ആ ഒരു ഇതുകൂടെ കാണുമ്പോഴത്തേക്കും വണ്ടി ഇച്ചിരി ലോവർ ആയിട്ടുള്ള ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിലേക്കാണ് നമ്മുടെ വണ്ടി അടിമുടി മാറിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ സ്കേർട്ട് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നല്ലപോലെ നമ്മുടെ പെയിൻറ്റ് ചേട്ടൻ്റെ അടുത്തുകൊണ്ട് കൊടുത്ത് വണ്ടി ഫുള്ളായിട്ട് നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് അത് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് കേട്ടോ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫിനിഷിങ് ഒരു കാരണവശാലും വരത്തില്ല. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് റബ്ബറിൻ്റെ ലിപ്പ് കണ്ടോ. ഈ ഒരു ലിപ്പ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ ആ ഒരു എയറിൻ്റെ ആ ഒരു ഡോർ ഉണ്ടോ, ആ എയർ ഡോറ് വരുന്ന ഒരു ലിപ്പാണ് കേട്ടോ. ആ ഒരു ലിപ്പിൽ താഴെയായിട്ട് നമ്മളൊരു ക്രോമിൻ്റെ ഒരു ബീഡിങ്ങും കാര്യങ്ങളും കൂടെ കൊടുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോളിസിൻ്റെ പുറകുവശം. പുറകിലും നമ്മളിത് ഇവിടെ ആയിട്ട് ആ ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പുട്ടിയിട്ട് ആ ഗ്യാപ്പൊക്കെ അടച്ച് നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഒരു ബാക്കിലെ സ്കേർട്ടും പിടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിത് സ്കേർട്ടിൽ നമ്മുടെ ബമ്പർ സ്കേർട്ടിങ്ങിലായിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന ഒരു മെട്രിക്സിന്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബമ്പറിൽ വെച്ചിരിക്കുന്ന ആ ഒരു ലൈറ്റ് നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇതേപോലെ കത്തും. അതേപോലെ നമ്മൾ പാർക്ക് ഓണാക്കുന്ന സമയത്ത് ഇതേപോലെ മെട്രിക്സ് രീതിയിൽ കത്തി നിൽക്കും. അതേപോലെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇതേ കണക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ കത്തും. അടിപൊളി സാധനമാണ് കേട്ടോ. കോളിസിൽ സ്കേർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന ഡ്യുവൽ സൈലൻസർ. അതേപോലെ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന HKSന്റെ ഒരു ഡമ്മി മഫ്ലർ ആണ് കേട്ടോ. ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സാധനമാണ്. ഇതും നമ്മൾ വണ്ടിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലുള്ള
സ്കേർട്ടിങ്ങിന്റെ പരിപാടി ഏകദേശം ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്കേർട്ടിങ് പരിപാടി എല്ലാം നമ്മൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്ത സമയം തൊട്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇത് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയുടെ ലുക്ക് തന്നെ മാറ്റിയെടുക്കണം എന്നുള്ള കാര്യം. അതേപോലെ നമ്മുടെ സൈഡിലായിട്ട് ഇനി നമുക്ക് SS-ന്റെ പൈപ്പും കാര്യങ്ങളും കൂടെ, അത് നമ്മുടെ ആ ഒരു ഫുട് റെയിൽ ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ടും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതെന്തായാലും ഉടനെ ഇല്ല, പയ്യെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിസിൽ നമ്മളിപ്പോൾ ഒരു അടിപൊളി അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അലോയ് വീലിൻ്റെ വീഡിയോ എന്തായാലും ഈ വീഡിയോയുടെ തൊട്ടടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആ വീല് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന ഒരു കിഡിലൻ GTR Proയുടെ അലോയ്സ് ആണ് വരുന്നത്. പക്കാ സാധനമാണ്, വെറൈറ്റി എന്ന് പറഞ്ഞാൽ പറയാം. ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തു കേട്ടോ. അതായത് ഈ ഒരു സ്കേർട്ടിങ് പിടിപ്പിച്ചത് ഞാൻ തന്നെയാണ്, എൻ്റെ വീട്ടിലിട്ടാണ് ചെയ്തത്. പിന്നെ പെയിന്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോളിസ് ഉള്ള ആ ഒരു കോളിസ് സ്നേഹിയിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.